LDFിൽ ഇപ്പോൾ സൂപ്പർ താരം ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേയുള്ളൂ. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. നഷ്ടത്തിലായിരുന്ന KSRTCയെ ലാഭത്തിൽ എത്തിച്ചതുകൊണ്ട് CPMന് ആ സ്നേഹം പൊട്ടിമുളച്ചതല്ല. അതിനും അപ്പുറം NSS എന്ന ഭൂരിപക്ഷ സമുദായത്തിനെ LDFിനൊപ്പം കൂട്ടിച്ചേർത്തതിന് എന്നും ഗണേഷ് കുമാറിനോട് CPM കടപ്പെട്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തേക്കാൾ വലിയ പ്രതിപക്ഷമായിരുന്നു CPMന് NSS. അതേ NSSനെ LDF പാളയത്തിൽ എത്തിച്ചതിന് പിന്നിലുള്ള മാസ്റ്റർ ബ്രെയിൻ KB ഗണേഷ് കുമാറിൻ്റെതാണ്. അതുമാത്രം മതി പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഗണേഷ് കുമാറിനെ അംഗീകരിക്കാൻ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF അധികാരം നിലനിർത്തിയാൽ സർക്കാരിൽ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച ഏക വ്യക്തിയും ഗണേഷ് കുമാറാണ്. ഉപകാരസ്മരണ പോലെ മന്ത്രിസ്ഥാനം ഗണേഷ് കുമാറിന് CPM തീരെഴുതി നൽകി കഴിഞ്ഞു. ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ എവിടെയും NSS നേതൃത്വം ഇടതുപക്ഷവുമായി അത്ര നല്ല ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. കഴിഞ്ഞ 9 വർഷവും ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല സാഹചര്യങ്ങൾ. CPMനെയും സർക്കാരിനെയും പരസ്യമായി എതിർക്കുക മാത്രമല്ല, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കെതിരെ വോട്ട് ചെയ്യാൻ പരോക്ഷമായി ആഹ്വാനം ചെയ്ത പരസ്യ പ്രസ്താവന വരെ സുകുമാരൻ നായർ നടത്തിയിരുന്നു. അവിടെ നിന്ന് സർക്കാരിനെയും ഇടതുമുന്നണിയെയും പിന്തുണയ്ക്കുന്ന നിലയിലേക്ക് NSSനെ എത്തിച്ചതിൽ ഗണേഷ് കുമാർ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഗണേഷ് കുമാർ ഇടതുമുന്നണിയിൽ തുടരുന്നതിനെതിരെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ആദ്യഘട്ടത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ പരസ്പരം വലിയ അഭിപ്രായ വ്യത്യാസവും ഉടലെടുത്തിരുന്നു. എന്നാൽ തന്ത്രപരമായി നീങ്ങിയ ഗണേഷ് കുമാർ സുകുമാരൻ നായരെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് സ്വയം മാറുകയായിരുന്നു. NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് സുകുമാരൻ നായരെ പിന്തുണയ്ക്കുക മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിച്ചവർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന ഗതാഗത മന്ത്രി, NSS ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ ഗണേഷ് കുമാർ അങ്ങനെ സുകുമാരൻ നായരുമായി ഉണ്ടാക്കിയെടുത്ത അടുപ്പമാണ് NSSലേക്ക് സർക്കാരിന് വേണ്ടിയുള്ള പാലമായി മാറിയത് എന്ന് കാണാം. ആഗോള അയ്യപ്പ സംഗമത്തെ തുടർന്ന് സുകുമാരൻ നായർ സർക്കാർ അനുകൂല നിലപാട് പരസ്യപ്പെടുത്തിയപ്പോൾ ഉയർന്നു വന്ന എതിർപ്പുകളെയും ശക്തമായി പ്രതിരോധിക്കാൻ ഗണേഷ് കുമാർ മുന്നിൽ തന്നെയുണ്ടായിരുന്നു. ഈ വിഷയം ഉന്നയിച്ച് സംഘടനയിൽ നിന്ന് രാജിവെച്ചവരെ രൂക്ഷമായി വിമർശിച്ച ഗണേഷ് നേതൃത്വത്തിനുള്ള അചഞ്ചലമായ പിന്തുണ ആവർത്തിക്കുകയും ചെയ്തു. സമുദായത്തിലെ ഒരു പ്രമുഖൻ തന്നെ ഇത്തരത്തിൽ രംഗത്ത് വന്നതോടെ എതിർഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങളുടെ മുനയൊടിക്കുന്ന നിലയായി. മാത്രമല്ല, NSSന്റെ സമീപകാല നിലപാടിനെ പൂർണ്ണമായി പിന്തുണച്ച ഗണേഷ് അവയൊക്കെ ചില നയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. CPMനെ സംബന്ധിച്ച് NSSുമായി നല്ല ബന്ധം പുലർത്തുന്ന വാസവനെയും ഗണേഷ് കുമാറിനെയും മുന്നിൽ നിർത്തി സംഘടനയെ ഒപ്പം കൂട്ടുക എന്നതായിരിക്കും നീക്കം. അതിൽ CPM ഏറെക്കുറെ വിജയിച്ചു എന്ന് പറയേണ്ടി വരും.